ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഒമാനിലെ നമ്മുടെ പച്ചക്കറി തോട്ടത്തിലേക്ക് ചെറുതായിട്ട് ഞങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഇത് ചിരങ്ങയാണ് കേട്ടോ, ഒരുപാടുണ്ട്. ഇങ്ങനെ ഈ സൈഡിൽ പടർത്തിട്ടേക്കാണ്. ഞാൻ താമസിക്കുന്ന വീടിൻ്റെ സൈഡിലായിട്ടാണ് ഞങ്ങൾ ചെയ്തേക്കുന്നത്. ഇത്രയും വശത്തെല്ലാം ഇതിന് പൂവിട്ടിട്ടുണ്ട്, അതുപോലെ ഉണ്ടായി വരുന്നുണ്ട്. പിന്നെ വലിയ വലിയ ഇതെല്ലാം ഉണ്ടായതാണ്. പിന്നെ ഒരുപാട് പീസായിട്ട് ഉണ്ട് സൈഡിൽ. നമ്മുടെ നാടിനെ ഫീൽ ചെയ്യുന്നതാണ് ഞങ്ങൾ മസറ, ഒമാൻ്റെ കാബൂറ ഭാഗത്തുള്ള ഒരു സൈഡാണ് ഇത്. എല്ലാം കൃഷിയാണ്, നമ്മുടെ നാടിൻ്റെ സിസ്റ്റത്തിലാണ് ഈ കൃഷിയുടെ നിൽപ്പെല്ലാം. ഇതൊക്കെ ഇതിനായിട്ടുള്ള ആളുകളുണ്ട് കേട്ടോ, ഇത് ചെയ്യാനായിട്ടുള്ള ആളുകളുണ്ട്. നമ്മൾ ചെറുതായിട്ട് നമ്മുടെ ടൈം പാസ്, നമ്മുടെ നാടിനെ ഓർക്കാനും അതുപോലെ അതിൽ നിന്ന് കിട്ടുന്നത് നമുക്ക് കഴിക്കുകയും ചെയ്യല്ലോ, നാച്ചുറൽ വെജിറ്റബിൾ, അങ്ങനെ ചെയ്യുന്നതാണ്. നല്ല മനോഹരമായ ഏരിയ ആണ് അത്. ഞങ്ങൾ താമസിക്കുന്ന ഇടങ്ങളാണ്. ഇതാണ് ഞങ്ങളുടെ ഈ ഭാഗത്തുള്ള മസറയിലെ പമ്പ് ഹൗസ്. ഈ പമ്പ് ഹൗസിൽ നിന്നാണ് വെള്ളം, ആവശ്യത്തിനുള്ള വെള്ളം എല്ലാം കൃഷിയിലേക്ക് പോകുന്നത്. പൈപ്പിനകത്ത് കൂടെ ഇങ്ങനെ നമ്മുടെ നാട്ടിലെ വയൽ പോലെ ഒരുക്കിയ നിലമാണിത് കേട്ടോ. വെള്ളം, ആവശ്യത്തിനുള്ള വെള്ളം ഇതിങ്ങനെ വെട്ടി തുറന്ന് ആവശ്യത്തിനുള്ള വെള്ളം ഇതിലേക്ക് പോയിക്കൊണ്ടിരിക്കും. നല്ല വെള്ളമാണ്, നല്ല വെള്ളമാണ്, നാച്ചുറൽ വെള്ളം തന്നെയാണ്. നാടിൻ്റെ ഫീല് നമുക്ക് തരും. ഇടയ്ക്ക് ഇറങ്ങി നടക്കാനും എല്ലാം ഭയങ്കര സന്തോഷം കിട്ടുന്ന. ഒന്നാമത് നമുക്ക് കൃഷി എന്ന് പറഞ്ഞാൽ തന്നെ ക്രൈസാണ്. എന്നെ സംബന്ധിച്ചോളം കൃഷി നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് നമ്മുടെ തോട്ടത്തിൽ തന്നെ ഉള്ള ചുവന്ന പേരക്കയാണ് കേട്ടോ. ചുവന്ന പേരക്കയുടെ മരമാണിത്, വലുതായി വരുന്നുണ്ട്. ഇതിന് പൂക്കളിട്ടിരിക്കുകയാണത്. ഇതാണ് അതിൻ്റെ പൂക്കൾ. നിറയെ ഉണ്ടായിട്ടുണ്ട്, എല്ലാം ഉണ്ടായിട്ടുണ്ട്. ഇത് നല്ല മധുരമുള്ള, ഭയങ്കരമായിട്ട് മധുരിക്കുന്ന പേരക്ക ആണ് കേട്ടോ. ഭയങ്കര മധുരമാണ്, റെഡ് കളറാണ് ഇത്. ഈ പൂക്കൾ വേണ്ട. മണ്ണിൽ ചവിട്ടി നടക്കുക, പ്രവാസത്തിലായാലുള്ളൊരു സന്തോഷം എന്ന് വെച്ചാൽ ഇതാണ്. മണ്ണിൽ നിലത്ത് ചവിട്ടി നടക്കുക എന്ന് പറഞ്ഞാൽ നാടിൻ്റെ ഫീല് തരുന്ന സംഭവമാണ്. നമുക്ക് നമ്മുടെ നാട്ടിൽ കർഷകരെ ഇടങ്ങേറാക്കിക്കൊണ്ടിരിക്കുകയാണ്.
തിരിച്ച് ഞാൻ എൻ്റെ നമ്മളെ ചെറിയ തോട്ടത്തിലേക്ക് പോവാണ്. ഞങ്ങളുണ്ടാക്കുന്ന കൊച്ചു ഇതൊക്കെ ഹെവിയാണ്. ഇതൊക്കെ ഒരുപാട് ജോലിക്കാർ ചേർന്ന് ഉണ്ടാക്കുന്നതാണ് ഇതെല്ലാം. നമ്മൾ സമയം കിട്ടുന്ന സമയത്ത് ചെറുതായിട്ട് വന്ന് ചെയ്യണ കാര്യങ്ങളാണ് ഈ മത്തന്, കുമ്പളം, അതുപോലെ വെണ്ടക്ക, അതുപോലെ പിന്നെ ചിരങ്ങ ഒക്കെ എല്ലാം. ഇത് നമ്മുടെ കൊച്ചു നമ്മൾ ചെയ്യുന്ന തോട്ടങ്ങൾ കേട്ടോ. തക്കാളിയാണ്, വലുതായിട്ടില്ല, വലുതായി വരുന്നുള്ളൂ. അതുപോലെ ഇപ്പോൾ നമുക്ക് വിളവെടുക്കാൻ സമയമായി എന്ന് പറഞ്ഞാൽ ചിരങ്ങ ഏകദേശം വിളവെടുക്കാനുള്ള ഭാഗത്തിലേക്കായിട്ടുണ്ട്. വലുതായിട്ടുള്ള ചിരങ്ങകൾ ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ, ഇനി നല്ല വീഡിയോസുമായി പിന്നീട് വരാം. ഇനി ഒരുപാട് നല്ല വീഡിയോസുമായി പിന്നീട് വരാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തിക്കൊണ്ട് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നല്ല നല്ല വീഡിയോസുകളായിട്ട് ഞങ്ങൾ ഇനി വരുന്നതാണ്. ബൈ.